എല്ലാവർക്കും ചിന്നൂസ് ടേസ്റ്റി റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സുഖിയനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാം എന്നുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനലായ ചിന്നൂസ് ടേസ്റ്റി റെസിപ്പി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ട് സുഖിയനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെറുപയർ തലേദിവസം കുതിർത്തിട്ടൊന്നുമില്ല, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു 1.25 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം വേണമെങ്കിൽ കുതിർത്തി വയ്ക്കാം, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചെറുപയറെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് നല്ല പോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ വിസിൽ കേൾപ്പിക്കാൻ വെച്ച നമ്മുടെ ചെറുപയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കാണിച്ചുതരാം. ഇതേപോലെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വേവണം, വെന്ത് ഉടയണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത്. ഇതിൽ വെള്ളം അഥവാ എക്സ്ട്രാ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഊറ്റിക്കളയുക, ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ കുക്കറിലുള്ള ചെറുപയർ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെറുപയറെല്ലാം ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടില്ല. അങ്ങനെയാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ഇതുണ്ടോ ചെറുപയറുണ്ടോ അതിനനുസരിച്ചിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. ഏകദേശം ഞാനൊരു 7 ബെല്ലൻ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് പാനിയായിട്ട് എടുക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. തീയൊരു മീഡിയം ഫ്ലെയിമിലിടുക. അപ്പം നമ്മുടെ ശർക്കര മുഴുവൻ നന്നായിട്ടൊന്ന് ഉരുകി ഒരു സിറപ്പ് രൂപത്തിലാക്കണം. നമുക്ക് ഇതൊന്ന് ഉരുകി ഇതാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ ശർക്കര നന്നായിട്ട് എല്ലാം ഉരുകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു ചെറിയ ഇതായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ നൂൽ പരുവത്തിലാക്കി എടുക്കുക. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല പോലെ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കല്ലും ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് അരിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ശർക്കര പാനി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ തീ വളരെ കുറച്ച് വയ്ക്കുക. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മധുരം നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ശർക്കര നീര് ആഡ് ചെയ്യാണ്. ഇത് പോരായാണ്. ഇനി നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിരിക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഉള്ളിൽ വറുത്തെടുക്കുന്ന സമയത്ത് ആകെ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ നമ്മൾ ശർക്കര നീരിൽ വിളയിച്ചെടുക്കാം. കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് ശർക്കര നീരിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ. ഇനിയിപ്പോൾ ഇതിൽ ശർക്കര നീരിൻ്റെ അളവ് കൂടിയെന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇത് ഒരു സിറപ്പിൽ ഇത് ഇങ്ങനെയായിട്ട് നിൽക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ശർക്കര നീരിപ്പോൾ നമ്മുടെ ഇതിൽ വെള്ളം പോലെ നിൽക്കുകയാണ്. നമുക്കത് ഉരുള പിടിക്കാനായിട്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടി ഇതിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും നമുക്കത് ബോളാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഇത്തിരി കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉരുട്ടാനായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല നമുക്കിത് ബോൾ പിടിക്കാനായിട്ട്.
ഇത് മതിയാവും നമുക്ക്. ഇപ്പം നമുക്കിതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, അത് പെട്ടെന്ന് തന്നെ നമ്മൾ അരിപ്പൊടി ഇട്ടപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്കിത് ബോൾ പിടിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ ശർക്കര നീര് കൂടിപ്പോയാൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. തീ കുറച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ശർക്കര നീരിൻ്റെ ഇത് അരിപ്പൊടി ഇടുമ്പോൾ ഇത്തിരി കുറയും. അപ്പോൾ ഇത്തിരി ശർക്കര നീര് മുന്നിൽ നിന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇത് കറക്റ്റായിട്ട് ശരിക്കും നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കണം. ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ബോളാക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുപയർ തണുക്കാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇതിപ്പോൾ അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എത്ര ചെറുപയറുണ്ട്, അപ്പോൾ അത് നമുക്ക് ബോൾ പിടിക്കാൻ എത്ര ആവശ്യം വരും എന്നുള്ള ഏകദേശം കണക്കിൽ നമ്മൾ മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദ എൻ്റെ കയ്യിലുള്ള ചെറുപയറിൻ്റെ ബോൾ മുക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ശരിക്കും കോട്ടിങ് കറക്റ്റായിട്ട് അത് ബോളുമ്മ കവർ ചെയ്തിരിക്കാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്ര അധികം ഒന്നും വേണ്ട. നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണോളൊക്കെ അരിപ്പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം എല്ലാതും കൂടി ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം നമ്മുടെ ഇതിൽ കൂടാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് കുറയാനും പാടില്ല. ഏകദേശം ഈ ഒരു പരുവത്തിലിരിക്കണം. എന്നാലാണ് നമ്മുടെ ഓരോ ബോൾസും കറക്റ്റായിട്ട് ഇതിൽ കോട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് കട്ടി കുറഞ്ഞു പോയാൽ നമ്മുടെ ബോളിൽ ഇത് പിടിക്കില്ല. പിന്നെ നമുക്കിതിലേക്ക് ഓരോ ബോളുകൾ മുക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തണുക്കാൻ വെച്ച ചെറുപയർ ഓരോന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ തന്നെ നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചത് ഇവിടെ നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു മീഡിയം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ എടുത്ത് ശരിക്കും നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ശർക്കര ഒഴിച്ച് പോരുന്നൊരു ഇതിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിപ്പൊടി എപ്പോഴും ഇടുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാതും ബോൾസാക്കി എടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ചെറുപയറെല്ലാം ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു 17 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഓരോ ബോളായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് എടുത്ത് നേരെ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പരന്ന പാത്രത്തിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ബോൾസ് നമുക്ക് ഇതിലേക്ക് എടുത്തിടാൻ പറ്റും. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോൾസ് വെളിച്ചെണ്ണയിലേക്ക് എടുത്ത് ഇടാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നന്നായിട്ട് ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ചെറുപയർ ബോൾസ് എത്ര എണ്ണം ഉണ്ടോ അത് വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇത് മുങ്ങി കിടക്കണം, എന്നാലാണ് അത് നന്നായി വെന്ത് കിട്ടുള്ളൂ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ. ഇനി നമ്മൾ തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പം ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. പതുക്കെ മുങ്ങാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കുക. പതുക്കെ ഒരു കളർ ചേഞ്ച് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇത് രണ്ട് പുറം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മുടെ സുഖിയൻ. ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമ്മളിത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും വറുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേനാ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതേനാ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതേനാ ഇതിനുള്ള ഭാഗം ഇതേനാ ഇതുപോലെ കറക്റ്റായിട്ട് കോട്ടിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലായ ചിന്നൂസ് ടേസ്റ്റി റെസിപ്പി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.